നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ ഉജ്ജ്വലമായ തുടക്കം. ആളൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓണും നടത്തി. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗാന്ധിനഗറിൽ റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ചു. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 2 ആരംഭിച്ച് മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചി ഡാം, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജലഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള 2ാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർമാർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന തൃശൂർ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C. ദിദിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വകുപ്പ് തല ഉദ്യോഗസ്ഥർ അടക്കം 600-ൽ പരം ആളുകൾ പങ്കെടുത്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധങ്ങളായ മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 110ഓളം മാതൃകാ പദ്ധതികളാണ് നടത്തപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ ഇൻസിനറേറ്റർ ഉദ്ഘാടനം, പാണഞ്ചേരിയിൽ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനോദ്ഘാടനം, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളുടെ ഹരിത സ്ഥാപന പ്രഖ്യാപനം, പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ദേശീയപാത പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജൈവവേലി സ്ഥാപിക്കൽ, ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ റിസോഴ്സ് റിക്കവറി സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം, മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ 5 ഏക്കർ തരിശുഭൂമി നെൽകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടന പ്രവർത്തനം എന്നിവ സംഘടിപ്പിച്ചു. ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലും കവലകളിലും തോടുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതുകൂടാതെ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ശുചീകരണ റാലികൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ 95% വാർഡ് തല നിർവഹണ സമിതി രൂപീകരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളും ജലാശയങ്ങളും ശുചീകരിച്ചുകൊണ്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ജില്ലയിലെ വാർഡ് തലം വരെയുള്ള ഉദ്ഘാടന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായും ജില്ലാ കളക്ടർ കൺവീനറുമായിട്ടുള്ള ജില്ലാ നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന 6 മാസ കാലയളവിനുള്ളിൽ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ, ശുചിത്വ മിഷൻ, വിവിധ വകുപ്പുകളെയും മറ്റ് ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചിട്ടയായ കർമ്മ പരിപാടി തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും സമ്പൂർണ്ണ ശുചിത്വ പദവി കൈവരിക്കുന്ന സംസ്ഥാനമാക്കുക എന്നതാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പൊതുവായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിരവധി കർമ്മ പരിപാടികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നല്ല ഹരിത വിദ്യാലയമായി 1ാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 469 വിദ്യാലയങ്ങളുടെ A+ ഗ്രേഡ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാമും അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസമാക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം,
ജനഗുണാത്ത ലാബുകൾക്ക് അതിൻ്റെ കിറ്റുകളുടെ 2ാം ഘട്ടത്തിൻ്റെ വിതരണം, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ആളൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വെള്ളാഞ്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓണും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബിന്ദു ഷാജു, ജോസ് മാഞ്ഞൂരാൻ, ഷൈനി തിലകൻ, ജുമൈല സഗീർ, TV ഷാജു, ബിന്നി തോട്ടാപ്പള്ളി, KV രാജു, ദിബിൻ പാപ്പച്ചൻ, ഓവർസിയർ ശരണ്യ എന്നിവർ സംസാരിച്ചു. 25 മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും മാലിന്യമുക്ത നവകേരളത്തിന് മുന്നോടിയായി ഹരിത കുടുംബങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾ മാറുന്നതിന് വേണ്ടി തുടക്കം കുറിക്കുന്ന ഒരു ഉദ്ഘാടന മീറ്റിംഗാണ് ഈ മീറ്റിംഗ് എന്ന് നിങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മുഴുവൻ ജനങ്ങളും കൈകോർത്തുകൊണ്ട് ആളൂർ പഞ്ചായത്തിലെ മാലിന്യമുക്ത ക്യാമ്പയിനിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗാന്ധിനഗറിൽ റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ചു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ, രക്ഷാധികാരി പ്രദീപ് കല്ലിങ്ങപ്പുറം, കൺവീനർ KV ശ്രീജിത്ത്, വിനയൻ, അനിൽ തൊമാത്ത് എന്നിവർ നേതൃത്വം നൽകി. കൊടകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കാവിൽപ്പാടം അങ്കണവാടിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജോ മാത്തള, ബ്ലോക്ക് ഭാരവാഹികളായ ജോമോൻ കണ്ണുക്കാടൻ, ലിജോ മാളിയേക്കൽ, വാർഡ് അംഗം പ്രനില ഗിരീശൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ആന്റണി, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, ബാബു KA, ഡെൽജിത്ത്, ബാലൻ തയ്യിൽ എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കാവിൽപ്പാടം അംഗൻവാടി സേവനഭാരമാണെന്ന് നമുക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ചെയ്തു തന്നത്. നമുക്കറിയാം, ഗാന്ധിജിയുടെ മഹാത്മ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ നമ്മുടെ കൊച്ചുമക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പിടം വൃത്തിയായി സംരക്ഷണത്തോടെ പോകാൻ വേണ്ടി നമ്മളെ സഹായിച്ച യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ റോഡ് സൈഡുകൾ 50ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റുമാരായ ഗ്രേസി വർഗീസ്, സിജി ജോബോയ്, ജിനി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ബ്ലോക്ക് മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി പതാക ഉയർത്തി. മറ്റത്തൂർ മണ്ഡലം ദളിത് പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജോഷി നെടുമ്പാക്കാരൻ, ജോയി തുടിയൻ, ദിനേഷ് പുതുവത്ത്, സുധീഷ് കുന്നമ്പള്ളി, ഗോവിന്ദൻകുട്ടി കുന്നമ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായി. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണക്കളി മത്സരം സംഘടിപ്പിച്ചു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച ഓണക്കളി ചാലക്കുടി DYSP K സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ കുമാർ അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, ചെമ്പുച്ചിറ ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ കുമാർ കൈമാപ്പറമ്പിൽ, വിശ്വം അളുരുത്താൻ, ബിപിൻ ദാസ് പാറമേക്കാടൻ എന്നിവർ സംസാരിച്ചു. നടന കലാവേദി പൊഞ്ഞനം കാട്ടൂർ, ട്യൂൺസ് ഇരിഞ്ഞാലക്കുട, മൈഥിലി കുറ്റിച്ചിറ, ശ്രീഭദ്ര കലാവേദി പടിയൂർ എന്നീ ടീമുകളാണ് ഓണം കളി മത്സരത്തിൽ പങ്കെടുത്തത്. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ 3 മുറിയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തി ഭവൻ വയോജന മന്ദിരം സന്ദർശിക്കുകയും സ്ഥാപനത്തിലെ അമ്മമാരോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും മന്ദിരത്തിന്റെ പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. ശാന്തി ഭവനിലെ 18 അമ്മമാർക്കായി കേഡറ്റുകൾ സമാഹരിച്ച ഉടുപ്പ്, തലയണ കവർ, സോപ്പ് പൊടി, ഫ്ലോർ ക്ലീനർ ഇവയെല്ലാം വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണനും കേഡറ്റുകളും ചേർന്ന് ശാന്തി ഭവന്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ കൊച്ചുറാണിക്ക് കൈമാറി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഗീത, ശാന്തി ഭവനിലെ സിസ്റ്റർ ഷാൻഡി, സ്കൂൾ PTA പ്രസിഡന്റ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. SMC ചെയർമാൻ ഷിജു, MPTA പ്രസിഡന്റ്
സോണിയ, അധ്യാപകരായ സുനിത ദേവി, സന്ധ്യ, വിനിത, നിതീഷ്, അനുഷ, ലിഷ, രമ്യ, രമ്യജിത്ത്, SPCPT അംഗങ്ങൾ, മാതാപിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അമ്മമാർ തങ്ങളുടെ സ്നേഹം പാട്ടുപാടിയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ടും വിദ്യാർത്ഥികളെ അറിയിച്ചു. മധുരം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. ചാലക്കുടി കോസ്മോസ് ക്ലബ്ബ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. കോസ്മോത്സവ് 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി സിനിമാ താരവും മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവും കൂടിയായ ശ്രീഷ്മ ചന്ദ്രൻ നിർവഹിച്ചു. സംവിധായകൻ വിപിൻ ആറ്റ്ലി മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, പ്രോഗ്രാം ചെയർമാൻ ശിവൻ മേഘ, ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് CB അരുൺ, ട്രഷറർ EK തിലകൻ, ക്ലബ്ബ് അംഗവും സംവിധായകനുമായ വിനു കീരിയത്ത്, ജോയിന്റ് സെക്രട്ടറി MJ സാബു, വൈസ് പ്രസിഡന്റ് വക്കച്ചൻ PI, കൺവീനർമാരായ അജക്സ് ജോണി, ജോബി MJ, ക്ലബ്ബ് വനിതാ വിംഗ് ഭാരവാഹികളായ പോൾ ജിജോ, സിമി അനൂപ് എന്നിവർ പ്രസംഗിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയ ക്ലബ്ബ് അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. അതോടൊപ്പം SSLC, +2 തലങ്ങളിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ക്ലബ്ബ് ഡേയുടെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായ മെമ്പർമാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് അംഗങ്ങളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാർമൽ സ്കൂൾ ചാലക്കുടി NSS യൂണിറ്റ്, പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബും നടത്തി. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിർവഹിച്ചു. ചാലക്കുടി DYSP സുമേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സുരേഷ്, വാർഡ് കൗൺസിലർ എലിസബത്ത് TD, എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിസ്, ക്രാഫ്റ്റ് പ്രതിനിധി ദിനേശ്, റോട്ടറി ക്ലബ്ബ് പ്രതിനിധി രമേശ്, കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് താണിക്കൽ, NSS പ്രോഗ്രാം ഓഫീസർ ജോസ് PO, NSS വളണ്ടിയർ അനറ്റ് ഷിജു, അധ്യാപകരായ സിനി, ഷാജു, എൽദോ ജോസ് എന്നിവർ സംസാരിച്ചു. ലീഡർമാരായ ഇമ്മാനുവൽ, മരിയ, അമൃത, ശ്രീരാം എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കാർമൽ സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും തെരുവ് നാടകവും അരങ്ങേറി. ലഹരിക്കെതിരെയും രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തി വളണ്ടിയർമാർ സന്ദേശം നൽകി. കൊടകര SHO PK ദാസ് സ്വാഗതവും ചാലക്കുടി SI ഋഷി പ്രസാദ് നന്ദിയും പറഞ്ഞു. അധ്യക്ഷൻ, ചാലക്കുടി DYSP, നമ്മുടെ നാട് വല്ലാത്തൊരു ദിശയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മയക്കുമരുന്നും മദ്യവും നമ്മുടെ നാട്ടിൽ വലിയ വിപത്താണ് വിതയ്ക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികൾ ഇതിൻ്റെ പ്രചാരകരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചാലക്കുടി കാർമൽ NSS യൂണിറ്റ് തന്നെ ഇവിടെ വന്ന് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കൊടകര കാവുന്തറ പുതുശ്ശേരി താഴത്ത് കോയ ഗുരുക്കൾ 80 അന്തരിച്ചു. സംസ്കാരം നടത്തി. CPM കൊടകര മുൻ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു. ഭാര്യ പരേതയായ സാറ. മക്കൾ വാഹിദ് SP ഇൻ്റലിജൻസ് സെക്യൂരിറ്റി തിരുവനന്തപുരം, വാഹിദ ആരോഗ്യവകുപ്പ് ജീവനക്കാരി, മരുമകൾ നിഷിത. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ ഉജ്ജ്വലമായ തുടക്കം. ആളൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓണും നടത്തി. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗാന്ധിനഗറിൽ റോഡിന്റെ ഇരുവശങ്ങളും ശുചീകരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.